CPM-ന്റെ വഞ്ചൂർ ഏരിയ സമ്മേളനത്തെക്കുറിച്ചാണ് നമ്മൾ ഇതേ സമയത്ത് ഇന്നലെ ഇവിടെ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശാന്തമ്പാറ സമ്മേളനത്തെക്കുറിച്ചാണ്. ശാന്തമ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ സാമാന്യം ദുർഗമമായ ഒരു സ്ഥലമാണ്. നമ്മുടെ മണിയാശാൻ്റെ തട്ടകമാണ് എന്നുകൂടി പറയാം. ഉടുമ്പൻചോലിലോ പീരുമേട്ടിലോ എവിടെയോ ഈ സ്ഥലം കൃത്യം അറിയില്ല. ഏതായാലും ഇടുക്കി ജില്ലയിലാണ്, ഹൈ റേഞ്ചിലാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അവിടെ ഒരു പാർട്ടിക്ക് ഒരു ഏരിയ കമ്മിറ്റി ഉണ്ട്, ഏരിയ സമ്മേളനം നടത്തി. അതിന് 2 ദിവസം മുമ്പാണ് രാജാക്കാട്ട് സമ്മേളനം നടത്തിയത്. അവിടെ മണിയാശാൻ്റെ മകൾ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത തെരഞ്ഞെടുപ്പിൽ മണിയാശാൻ ഉടുമ്പൻചോലയിൽ മത്സരിക്കുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആശാന് പകരം മകളെ രംഗത്തിറക്കാനാണ് പരിപാടി എന്ന് കേൾക്കും. പണ്ട് കോൺഗ്രസ് നേതാവ് CN ബാലകൃഷ്ണൻ ഇതുപോലെ ഒരു ശ്രമം നടത്തിയത് തീരെ ക്ലച്ച് പിടിക്കാതെ പോയത് നമുക്കറിയാം. ഏതായാലും രാഷ്ട്രീയത്തിൽ പെൺമക്കൾക്ക് ശരിയായ രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. CPM-ൽ പ്രത്യേകിച്ചും കിട്ടുന്നില്ല. അപ്പോൾ സഖാവ് മണിയാശാൻ്റെ മകൾക്ക് പ്രത്യേകിച്ച് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എന്ന ഒരു വലിയ പദവിയും കൂടി വഹിക്കുന്ന സാഹചര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പിന്നത്തെ തെരഞ്ഞെടുപ്പിലെങ്കിലും ഉടുമ്പൻചോലയിൽ സീറ്റ് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. മാത്രമല്ല ഈ പരിപാടി കാണുന്ന മിക്കവാറും ആൾക്കാരും അങ്ങനെ തന്നെ എനിക്ക് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഹൃദയ വികാരം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. മണിയാശാൻ്റെ മകളാണെന്നുള്ള ഒറ്റ കാരണത്താൽ ആ ചെറുപ്പക്കാരിക്ക് ഒരവസരം നിഷേധിക്കരുത്. CPM-ൽ ഇതുപോലുള്ള ധീരവനിതകൾ, ധീരവിപ്ലവകാരികൾ ഇനി ഒരുപാട് ഉയർന്നു വരാനുണ്ട്. അവരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും ഇതുപോലുള്ള സ്ഥാനലബ്ധി തീർച്ചയായിട്ടും സഹായകരമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ പറയാൻ വന്ന രാജാക്കാട് സമ്മേളനത്തെക്കുറിച്ചല്ല, ശാന്തമ്പാറ സമ്മേളനത്തെക്കുറിച്ചാണ്. ശാന്തമ്പാറയിൽ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി അല്ലെങ്കിൽ ഉദ്ഘാടകനായി അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് അവതരിച്ചത് സാക്ഷാൽ മണിയാശൻ തന്നെയാണ്. വാമൊഴി വഴക്കത്തിന് കേൾവി കേട്ട ആളാണ് മണിയാശാൻ. മണിയാശാൻ പണ്ട് തൊടുപുഴക്കടുത്ത് മണക്കാട് എന്ന സ്ഥലത്തൊരു പ്രസംഗം നടത്തി. അത് കേൾക്കാനാകെ കൂടി 10-12 പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ പ്രസംഗം ഈ കേരളത്തിൻ്റെ സഹ്യപർവ്വതത്തിൻ്റെ അതിരുകളൊക്കെ ലംഘിച്ച് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ വരെ എത്തി എന്ന് പറഞ്ഞാൽ പോരാ, അത് BBC-യിൽ വരെ വന്നു. ഇവിടെ EMS-ഉം AKG-യും സുന്ദരഹിയുമൊക്കെ എത്ര പ്രസംഗിച്ചിട്ടും അത് മാതൃഭൂമിക്കും മനോരമയ്ക്കും കൂടിക്കഴിഞ്ഞാൽ ദേശാഭിമാനിക്കും അപ്പുറത്ത് ആരും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷേ മണിയാശാൻ്റെ മണക്കാട് പ്രസംഗം എന്ന് പറഞ്ഞാൽ BBC-യിൽ വരെ വന്നു. ഒരാൾ വെട്ടിക്കൊന്നു, ഒരാളെ വെടിവെച്ചു കൊന്നു, ഒരാളെ തല്ലി കൊന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഗംഭീരമായ പ്രസംഗം. അത് BBC-യിൽ വരെ വന്നു. അത്രയും പ്രസിദ്ധമായ പ്രചാരമാർജിച്ച ഒരു വമ്പിച്ച പ്രസംഗമായിരുന്നു ഈ മണക്കാട് പ്രസംഗം. മണക്കാട് പ്രസംഗത്തോട് തുലനം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ശാന്തമ്പാറ പ്രസംഗം ഒട്ടും മോശമല്ല. അല്ലെങ്കിൽ മണിയാശാൻ്റെ ഏത് പ്രസംഗം മോശമാവും? മണിയാശാൻ പറഞ്ഞത് ഈ ഹൈ റേഞ്ചിലൊക്കെ പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തല്ലാൻ പഠിക്കണം, തല്ലുന്നവരെ തിരിച്ച് തല്ലണം, അല്ലാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. തല്ലിയെ കഴിഞ്ഞാൽ നമ്മൾ ചെയ്തൊരു പുണ്യകർമ്മമാണെന്ന് ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കണം. അതാണ് പ്രധാനം. തല്ലാനും തിരിച്ചു തല്ലാനോ കാര്യം വെച്ചാൽ സാധിക്കും, പക്ഷെ അത് ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കണം. അതാണ് മണിയാശാനെ പോലുള്ളവരുടെ മഹത്വം കൂടിയുള്ളത്. മണിയാശാൻ എത്രയോ ആൾക്കാരെ തല്ലിയിരിക്കും, എത്ര പേരെ മണിയാശാൻ്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തിയിരിക്കും. ഇതൊക്കെ കഴിച്ചിട്ട് മണിയാശാനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ? അത് എത്ര വലിയ വിപ്ലവകാരിയാണെന്നാണ് നമ്മുടെ നാട്ടിൽ ഈ നമ്മുടെ നാട്ടിലെ മാർക്സിസ്റ്റ് ബുദ്ധിജീവികൾ, പ്രത്യേകിച്ച് കീഴാളപക്ഷ ആ ബുദ്ധിജീവികളൊക്കെ പറയുന്നത് മണിയാശാൻ്റെ തൊലിയുടെ നിറം കറുപ്പായതുകൊണ്ടാണ് ഇവിടെ ഈ സവർണ വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ആ ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരും നിരീക്ഷകരും ഒക്കെ മണിയാശാനെ പരിഹസിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് മണിയാശാനെ പോലെ ഈ മണ്ണിൻ്റെ മകനായ ഒരാളെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്, പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണെന്നാണ് അവർ ആണയിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മണിയാശാൻ്റെ പുതിയ വാമൊഴി വഴക്കം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് CPM-കാർ തിരിച്ചു തല്ലുകയൊക്കെ ചെയ്യുന്നത് പണ്ട് തൊട്ടേയുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ തിരിച്ചു തല്ലലൊക്കെ പണ്ടേ ഇല്ലാണ്ടായില്ലേ. ഇപ്പോൾ എന്താണ് ഈ കൊടിസുനിയെ പോലെ, കിർമാണി മനോജിനെ പോലെയുള്ള ധീര സ്വാതന്ത്ര്യ സമര സേനാനികളെ വിട്ട് ഈ അഞ്ചാമ്പത്തികളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ കുലം കുത്തികളെ കൂട്ടക്കൊല ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ കടപറിച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്ന പരിപാടിയാണ്. ഇത് രാജ്യം പുരോഗമിച്ചാലും ലോകം പുരോഗമിച്ചാലും കേരളം പുരോഗമിച്ചാലും മാർക്സിസ്റ്റ് പാർട്ടി പുരോഗമിച്ചാലും മണിയാശാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളി ഇപ്പോഴും തല്ലിയാൽ തിരിച്ചു തല്ലണം. ഇടുക്കി ജില്ലയിലെ നേതാക്കന്മാരെല്ലാവരും തന്നെ തല്ലിയവർ തിരിച്ചു തല്ലിയവരാണ്. പുത്തൂരം വീട്ടിൽ ജനിച്ചവരൊക്കെ പൂ പോലെ അഴകുള്ളവരായിരുന്നു എന്ന് പറഞ്ഞ പോലെ എന്താണ് പുത്തൂരം ആരോമൽ ചേകവരോ പൂവമ്പനെ പോലെ ആയിരുന്നു. ആ ആളാണ് ആരോമൽ ചേകവരുടെ പുനരവതാരമാണ് M.M. മണി. ആ മണിയാശാനാണ് ആരോമൽ ചേകവർ. പുത്തൂരം വീടാണ് മാർക്സിസ്റ്റ് പാർട്ടി. തല്ലിയവരെ തിരിച്ചു തല്ലും.
അതാണ് പാർട്ടിയുടെ വഴക്കം. അല്ലാണ്ട് തക്കളിയിൽ നൂല് നോക്കുന്നു, എന്താണ് ഖാദി പ്രചരണം നടത്തുന്നു, രഘുപതി രാഘവ രാജാറാം പാടുന്നു, പാർട്ടി ഡിസിപ്ലിനിൽപ്പെട്ട കാര്യമല്ല. അത് സഖാവ് ലെനിൻ്റെ കാര്യം മുതൽക്ക് അങ്ങനെയാണ്. ലെനിന് ശേഷം സ്റ്റാലിനും അതിനുശേഷം ക്രൂഷ്ചേവും പിന്നെ ബ്രഷ്നേവും ചൈനയിൽ ജനകീയ ചൈനയിൽ മാവോ സേതുവും ചൗവൻലായും ജനറൽ ചൂട്ടയും എന്ന് വേണ്ട കേരളത്തിലുള്ള നേതാക്കന്മാർ വരെ ഇതേ ഒരു പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തല്ലുന്നവരെ തിരിച്ചു തല്ലുക എന്നുള്ളതാണ് പാർട്ടിയുടെ നയം. ഒരു കാരണത്തെ അടിക്കുന്നവരും മറ്റേ കാരണം കാണിച്ചു കൊടുക്കുന്ന മറ്റേ പരിപാടികളല്ലോ, അതൊന്നും മാർക്സിസ്റ്റ് പാർട്ടികൾ നടപ്പില്ല. ഒരു കാരണത്തെ അടിക്കുന്നവൻ്റെ രണ്ട് കാരണവും അടിച്ചു പൊട്ടിക്കും എന്നുള്ളതാണ് പാർട്ടിയുടെ സിദ്ധാന്തം. കാരണം യഹൂദന്മാരുടെ തോറയിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, പഴയ നിയമത്തിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല. മാത്രമല്ല യഹൂദനായ മാർക്സാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും അടിക്ക് തിരിച്ചടി അല്ലാതെ വേറെ പരിഹാരമില്ല. മണിയാശാൻ പറഞ്ഞില്ലെങ്കിൽ പോലും സത്യം അതാണ്. ഒരാളെ വെടിവെച്ച് കൊന്നു, ഒരാളെ വെട്ടിക്കൊന്നു, ഒരാളെ കുത്തിക്കൊന്നു, അതാണ് പരിപാടി. അപ്പോൾ ആ നയം തന്നെയാണ് പാർട്ടി ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ അതൊരു മാറ്റമില്ല. മണിയാശാൻ സത്യത്തിൽ ഒരു റീസ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. അത് പാർട്ടി തുടങ്ങിയ ആളും തൊട്ട് അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. യാതൊരു മാറ്റം ഉണ്ടാവില്ല. വിപ്ലവം ജയിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.